ഹലോ. ഒരുപാട് കാലത്തിന് ശേഷം ഞാൻ ഇന്നൊരു സോളോ ട്രിപ്പ് പോവാണ്. ബാംഗ്ലൂരിൽ നിന്ന് വെറും 8 അവേഴ്സ് മാത്രം ദൂരമുള്ള ട്രിച്ചിയിലെ ശ്രീരംഗത്തേക്കാണ് ഞാൻ പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 11:40 PM എൻ്റെ ബസ്. രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ട്രിച്ചിയിലെത്തി. പിന്നെ അവിടെ നിന്ന് ഒരു ലോക്കൽ ബസ് എടുത്ത് ശ്രീരംഗം പോയി. 10 രൂപയായിരുന്നു കേട്ടോ ഫ്രം ട്രിച്ചി ടു ശ്രീരംഗം. ഇറ്റ് വാസ് ഓൺലി 2 കിലോമീറ്റേഴ്സ്. ആൻഡ് പോകുന്ന വഴിയിൽ ലേഡി ഓഫ് ലൂർദ് ചർച്ചൊക്കെ കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ ശ്രീരംഗത്തെത്തിയിട്ട് എൻ്റെ ഫസ്റ്റ് ടാസ്ക് കുളിച്ച് ഫ്രഷ് ആവാൻ ഒരു പ്ലേസ് കണ്ടുപിടിക്കുക എന്നതായിരുന്നു. അങ്ങനെ മാരുതി ഇൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേ ഞാൻ കണ്ടുപിടിച്ചു. ടെമ്പിളിൻ്റെ ആദ്യ ഗോപുരം കഴിഞ്ഞ് സെക്കൻഡ് ഗോപുരം എത്തുന്നതിന് തൊട്ട് മുമ്പ് റൈറ്റിലേക്കുള്ള റോഡിൽ തേർഡ് ബിൽഡിംഗ് ആണ് മാരുതി ഇൻ. പെർ ഡേ 1200 അവർ റൂം റെൻറ്റ് പറഞ്ഞത്. എനിക്ക് 1 അവർ ഒന്ന് ഫ്രഷ് ആവാൻ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് 500 റുപ്പീസാണ് അവർ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ബാർഗെയിനിങ് സ്കില്ല് വെച്ച് ഒരു 2 അവേഴ്സിന് 400 രൂപ എന്നൊരു കണക്കിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. 100 രൂപ കൊടുത്താൽ കുളിക്കാൻ മാത്രമായിട്ട് കോമൺ ബാത്റൂംസൊക്കെ അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ ഫ്രഷായി അമ്പലത്തിലേക്ക് നടന്നു. ഓ മൈ ഗോഡ്, ഇത് ലോകത്തിലെ ഫങ്ഷനിങ് ആയിട്ടുള്ള ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ചെറിയ നഗരം പോലെയാണ്. 7 പ്രകരങ്ങളിൽ ചുറ്റപ്പെട്ടിട്ട് ആണ് ഈ ഒരു ടെമ്പിള്. ഓരോ പ്രകരത്തിനും ഓരോ ഗോപുരങ്ങൾ. ആ ഗോപുരത്തിൻ്റെ ഉള്ളിൽ തന്നെ വഴികളും വീടുകളും എല്ലാം ഈ ഒരു ദേവനഗരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ക്ഷേത്രത്തിലെ 7ാമത്തെ പ്രകരത്തിലെ ഏറ്റവും വലിയ ഗോപുരമാണ് കേട്ടോ. പിന്നെയും ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട് കേട്ടോ. സ്വർഗവാസൽ, 1000 കാൽ മണ്ഡപം എല്ലാം ഒരു അത്ഭുതം പോലെയായിരുന്നു എനിക്ക്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ പിന്നെ തിരിച്ച് കേരളത്തിലോട്ട് പോരാൻ ആണ് നോക്കിയത്. ഇനി നിങ്ങൾക്ക് അവിടെ ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വൈകുന്നേരമാണ് നിങ്ങൾ കേരളത്തിലേക്ക് വരുന്നതെങ്കിൽ അവിടെ നിന്ന് 7:40 ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ശ്രീരംഗം വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.